ക്വസ്റ്റ്യൻ: ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻസ്: എ. വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ബി. കോൺവാലിസ്, ഓപ്ഷൻ സി. വില്യം ബെൻഡിക്, ഓപ്ഷൻ ഡി. ഡൽഹൌസി. ആൻസർ ഓപ്ഷൻ എ. വാറൻ ഹേസ്റ്റിങ്സ്. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം റദ്ദാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം റദ്ദാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സഹായത്തോടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് 1884 സർ വില്യം ജോൺസ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സഹായത്തോടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് 1884. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് കോൺവാലിസ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സഹായത്തോടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് 1884. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയത് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെയും പോലീസ് സമ്പ്രദായത്തിൻ്റെയും പിതാവ് കോൺവാലിസ്. പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെഗുലർ സെൻസസ് ഏർപ്പെടുത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭു 1881. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെയും പോലീസ് സമ്പ്രദായത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ്. പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെഗുലർ സെൻസസ് ഏർപ്പെടുത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭു 1881. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഓപ്ഷൻസ്: എ. ദേവസമാജം, ഓപ്ഷൻ ബി. ആര്യസമാജം, ഓപ്ഷൻ സി. പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ ഡി. ബ്രഹ്മസമാജം. ആൻസർ ഓപ്ഷൻ ഡി. ബ്രഹ്മസമാജം. ഇതുമായി കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം 1828. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക സംവാദ് കൗമുദി. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം 1828. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ പേര് ബ്രഹ്മസഭ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരിക സംവാദ് കൗമുദി. സംവാദ് കൗമുദിയുടെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിൻ്റെ 2 വിഭാഗങ്ങൾ: ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം 1866. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ സംവാദ് കൗമുദിയുടെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിൻ്റെ 2 വിഭാഗങ്ങൾ: ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം 1866. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ.
ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശവ് ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശവ് ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. പെൺ ശിശുഹത്യ നിരോധിച്ചത് വില്യം ബെൻഡിക്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ. റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ. അപ്പോൾ പെൺ ശിശുഹത്യ നിരോധിച്ചത് വില്യം ബെൻഡിക്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ. റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻസ്: എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി നിയമസഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി ഗവർണർ. ആൻസർ ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ: 1 മുഖ്യമന്ത്രി അഥവാ ചെയർപേഴ്സൺ, 2 നിയമസഭാ സ്പീക്കർ, 3 സംസ്ഥാന ആഭ്യന്തരമന്ത്രി, 4 നിയമസഭാ പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ: 1 മുഖ്യമന്ത്രി ഓർ ചെയർപേഴ്സൺ, 2 നിയമസഭാ സ്പീക്കർ, 3 സംസ്ഥാന ആഭ്യന്തരമന്ത്രി, 4 നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും അവിടുത്തെ പ്രതിപക്ഷ നേതാവും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അപ്പോൾ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും അവിടുത്തെ പ്രതിപക്ഷ നേതാവും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും.